എല്ലാവർക്കും നമസ്കാരം. അഗ്രിഫോറിയുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കൃഷിയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരും എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. കാരണം കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് യഥേഷ്ടം എത്തിച്ചേരുന്നതായിരിക്കും. നമ്മൾ ഇപ്പോൾ ഓരോ തവണകളായിട്ട് ഓരോ വീഡിയോയിലും ഓരോ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോരുന്നത്. പ്രത്യേകിച്ച് കുരുമുളക് കൃഷി, ഏലക്കൃഷി, കപ്പകൃഷി, വാഴക്കൃഷി, പലതരത്തിലുള്ള കൃഷികൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള നമുക്കിതിന് പ്രധാനമായിട്ടും ഒരു പ്രചോദനമായിട്ടുള്ളത് സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകമൂലകങ്ങളുടെ വളപ്രയോഗങ്ങളും എന്ന് പറഞ്ഞുള്ള ഒരു ബുക്കാണ്. ജിതിൻ ജോജി ആദപ്പള്ളിൽ എന്ന് പറയുന്ന ഒരു യുവ കർഷകൻ എഴുതിയ ഈ ഒരു ബുക്കിന് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ നല്ല മാർക്കറ്റാണ്. അത് വേണ്ട ആളുകൾക്ക് കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനും വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയുന്നതിനും വേണ്ടി ഈ ഒരു ബുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് താല്പര്യമുള്ള ആളുകൾക്ക്, ഈ ഒരു ബുക്ക് വേണം എന്നുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ഫോൺ നമ്പർ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ബുക്ക് വാങ്ങിക്കാവുന്നതാണ്. വെറും 80 രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് എവിടെയും എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് റബ്ബർ കൃഷിയെക്കുറിച്ചാണ്. റബ്ബർ കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ പ്രധാനമായിട്ടും കോട്ടയം മേഖലയിലാണ് ഈ ഒരു റബ്ബർ കൃഷി കൂടുതലായിട്ടും. പിന്നെ മലബാർ മേഖലകളിലുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും കോട്ടയത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കൃഷി ചെയ്യുന്നത്. അപ്പോൾ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. വർഷകാലത്തിന് മുന്നോടിയായി മെയ് മാസത്തിലാണ് സാധാരണ രീതിയിൽ ഈ ഒരു റബ്ബർ നടുന്നത്. നമുക്കറിയാം, മഴക്കാലം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് മെയ് മാസത്തിലൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ ഒരു റബ്ബർ തൈ നട്ടു തുടങ്ങുന്നത്. ഒരേക്കറിൽ നടാൻ ആവശ്യമായിട്ടുള്ള തൈകളുടെ എണ്ണം എന്ന് പറയുന്നത് 80 മുതൽ 210 ചെടികൾ വരെയാണ്. അതായത് 210 വരെ തൈകൾ നമുക്ക് ഒരേക്കറിലായിട്ട് കൃഷി ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഇടയകലം, ഇത് നമുക്കറിയാം, ചതുരാകൃതിയിലായിട്ടുള്ള ക്രമീകരണം ഇതിനുണ്ട്. അതായത് ചെടികൾ തമ്മിലുള്ള ഇടയകലം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. 5.5 മീറ്റർ മൈനസ് 7 മീറ്റർ ഇൻറ്റു 3 മീറ്റർ ഇൻറ്റു 3.7 മീറ്റർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ സമകോണായിട്ടുള്ള ക്രമീകരണമുണ്ട്. 4.3 മീറ്റർ മൈനസ് 4.9 മീറ്റർ ഇൻറ്റു 4.3 മീറ്റർ മൈനസ് 4.9 മീറ്റർ, ഈ ഒരു രീതിയിലും നമുക്ക് സമകോണായിട്ടുള്ള ക്രമീകരണം ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനി നോക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിൻ്റെ വളപ്രയോഗമാണ്. ഈ ഒരു റബ്ബർ കൃഷിക്കൊക്കെ സാധാരണ രീതിയിൽ എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പലരും സംശയമായിട്ട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് ദീർഘകാല അടിസ്ഥാനത്തിലേക്കാണ് സാധാരണ രീതിയിൽ ഈ ഒരു റബ്ബർ നടുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വളപ്രയോഗം തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. 1-ാം വർഷ ചെടിക്ക് ജൈവ വളപ്രയോഗം എന്ന് പറയുന്നത് FYM, അതായത് ചാണകപ്പൊടിയൊക്കെ 12 കിലോ പെർ പ്ലാന്റ് ആണ്. ഒരു ചെടിക്ക് 12 കിലോ വീതം ചാണകപ്പൊടിയൊക്കെ ഇടാൻ സാധിക്കും. 2-ാം വർഷം മുതൽ ചെടിക്ക് 15 കിലോ ചാണകവളം ഒരു ചെടിക്ക് ഇടാം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. പിന്നെ രാസവള പ്രയോഗമാണ് യൂറിയ, പൊട്ടാസ്യം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു 1-ാം വർഷ ചെടിക്ക് 40x40:16 എന്നുള്ള ക്രമീകരണത്തിൽ, 2-ാം വർഷത്തിലാണെങ്കിൽ 80x80 എന്നുള്ള ക്രമീകരണത്തിലുമൊക്കെ ഇത് കൊടുക്കുവാൻ സാധിക്കും. രാസവളം പ്രയോഗിക്കുന്നതിന് മുമ്പാകെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ബുക്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ പോഷകമൂലകങ്ങളും ഫലപ്രയോഗങ്ങളും എന്നുള്ള ആ ഒരു ബുക്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് രാസവള പ്രയോഗത്തിൽ ഒരു രീതി നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടാതെ വളപ്രയോഗ രീതി എന്ന് പറയുന്നത്, ജൈവവളപ്രയോഗ രീതി, കന്നുകാലി വളം ഒരു കുഴിക്ക് 12 കിലോ എന്ന തോതിൽ ചേർത്തിട്ട് തൈ നടണം. 2-ാം വർഷം മുതൽ 15 കിലോ കന്നുകാലി വളം തുല്യ അളവിൽ വീതിച്ച് മെയ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് നൽകണം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇത് കൂടാതെ തന്നെ രാസവളം മെയ് ഒക്ടോബർ മാസങ്ങളിൽ കൂടുതലായിട്ട് നൽകുക. മഗ്നീഷ്യം സൾഫേറ്റ് 1-ാം വർഷ ചെടിക്ക് 40 ഗ്രാം പെർ പ്ലാന്റ് എന്ന അളവിൽ ഒക്ടോബർ മാസത്തിലും 2-ാം വർഷം മുതൽ 4-ാം വർഷം വരെ ഓരോ വർഷം 80 മുതൽ 100 ഗ്രാം വരെ പെർ പ്ലാന്റ് എന്ന അളവിൽ മെയ് ഒക്ടോബർ മാസങ്ങളിലും തുല്യമായി വീതിച്ച് നൽകേണ്ടതാണ്. രാജ്ഫോസ് 250 ഗ്രാം ഒരു ചെടിക്ക് എന്ന അളവിൽ നടുന്നതിന് മുൻപായി അടിവളമായി നൽകുന്നതും നല്ലതാണ്. മഗ്നീഷ്യം സൾഫേറ്റ് ചെയ്തു കഴിഞ്ഞ് 2-ാം വർഷം മുതൽ 4-ാം വർഷം വരെ ഓരോ വർഷവും 30 മുതൽ 50 ഗ്രാം വരെ പെർ പ്ലാന്റ് എന്ന അളവിൽ സിങ്ക് സൾഫേറ്റ് ഒക്ടോബർ മാസത്തിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇവ രണ്ടും വേറെ വളങ്ങളുമായി ചേർക്കാതെ ഒറ്റയ്ക്ക് നൽകണം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 വളങ്ങൾ, രാസവളങ്ങൾ മറ്റുള്ള വളങ്ങളുമായിട്ടൊന്നും ചേർക്കാതെ ഒറ്റയ്ക്ക് നൽകുന്നതാണ് അത്യുത്തമം എന്ന് ചുരുക്കം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കും.